ചക്ക. ഇതിപ്പോ കാണുന്നതല്ല, നമുക്ക് ഏകദേശം ടോപ്പിലോട്ടെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കയറുന്നില്ല. നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിയർ റീഹാബിലിറ്റേഷൻ സെന്റർ ആണ്. ഓ, ഇത് കൃഷി ചെയ്ത് തന്നെ വെട്ടിക്കൊണ്ട് വരണതാണല്ലേ? ഒരു ചെറിയ ഒരു ആനയുണ്ട്, വലിയ സൈസായിട്ടുള്ള വലുത് പിടിയാണെന്ന് തോന്നുന്നു. പിടിയാനയാണ്. എന്താ? പിടിയാനയാണ്. പക്ഷെ ആ ചെറുത് കൊമ്പനാണ്, കൊമ്പൻ. അത്യാവശ്യം നമ്മൾ അപ്രതീക്ഷിതമായി. ഹോളോ ഗൈസ്, കോബ്ര ചാനലിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മളെ നെയ്യാർ ഡാം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ മാൻ പാർക്ക്, പിന്നെ നമ്മളെ എലിഫന്റ് പാർക്ക് കോട്ടൂര്. അപ്പൊ നേരെ വളവളം നിലയ്ക്കുന്നില്ല, ബാക്കി വിശേഷങ്ങളെല്ലാം സൈറ്റിൽ പോയിട്ട്. കം ഓൺ. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ നെയ്യാർ ഡാമിൽ ഇതിപ്പോ വരുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. മൂന്നാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളന്ന് വന്ന് വീഡിയോ എടുത്തിട്ട് കംപ്ലീറ്റ് ആയില്ല. അപ്പൊ മഴയായിരുന്നു, ഫുള്ള് മഴയായിരുന്നു, ആകെ ചളമായി. അപ്പൊ ഇപ്പൊ വെള്ളമൊക്കെ ഏകദേശം അത്യാവശ്യം കൂടിയിട്ടുണ്ട്. നമ്മൾ ഷട്ടറിന്റെ ലെവല് തുറന്നു വിടാനുള്ള ആ സ്റ്റേജ് ആയിട്ടില്ല. ഏകദേശം ഇപ്പോഴ് മഴ കുറച്ച് കുറഞ്ഞു നിൽക്കണമെന്നേ ഉള്ളൂ. കുറഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ ഒരു 8 ദിവസം വരെ, 8-10 ദിവസം കൊണ്ട് ഫുള്ള് മഴയാണ്, രാവിലെയും രാത്രിയും മഴയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മളിവിടെ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നേരെ വന്ന് നമുക്ക് ഡിയർ പാർക്കിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വേറൊരു കാര്യം ഞാൻ അന്ന് നമുക്ക് വീഡിയോയുടെ ഇടയിൽ വിട്ടുപോയി. നമുക്കിവിടെ ഇത് മുകളിൽ മൊത്തം കയറി കറങ്ങി കാണാനൊരു ടവർ ഉണ്ട്, ഡാം വ്യൂ മൊത്തം കിട്ടുന്നത്. അപ്പോൾ പവലിയൻ എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഞാൻ നേരെ വന്ന് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ വെള്ളത്തിന്റെ അളവ് ഷട്ടറൊന്നും തുറന്നിട്ടില്ല, 2 കനാല് മാത്രമേ തുറന്നിട്ടുള്ളൂ. വെള്ളമൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ നേരെ പവലിയനിലോട്ട് കയറി അതിലൊരു വ്യൂ ഒക്കെ നോക്കിയിട്ട് നേരെ ഡിയർ പാർക്കിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ കയറാൻ വരുന്ന വഴി 2 കൊച്ചുമക്കള് കോഴിക്കോട് നിന്ന് അവര് ടൂർ വന്നതാണെന്ന്. അപ്പൊ നമ്മളാ യൂട്യൂബേഴ്സ് അല്ലേ, ഇവിടെ ഉള്ള സ്ഥലങ്ങള് അപ്പോൾ ചാനലിലെല്ലാം കാണിച്ചു കൊടുത്ത്. പിന്നെ ഞാൻ ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവർക്ക് സ്ഥലങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഏകദേശമുള്ള അവരിപ്പോ നാളെ തിരിക്കുമെന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 4-5 ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് കാണേണ്ട സ്ഥലങ്ങളുണ്ട് നമുക്ക്. പിന്നെ അത് പോയിട്ട് തൃപ്പരപ്പ്, അരുവിക്കര ഡാം, പേപ്പാറ ഡാം, അങ്ങനെ എങ്ങനെ ചപ്പ് ചവറ് പോലെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇത് ഏകദേശം ഒരു 50 സ്റ്റെയറെങ്കിലും വരുമെന്ന് തോന്നുന്നു. അത്യാവശ്യം കമിതാക്കളൊക്കെ വന്ന് ഇവിടെ പേരൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, പേര്, ഫോൺ നമ്പര്. നെല്ലിക്ക മരമാണെന്ന് തോന്നുന്നു 4 സൈഡും. ഇതിന്റെ 4 സൈഡും നെല്ലിക്ക മരം. എന്റെ മോനെ, ഏകദേശം 46. അടിപൊളി വ്യൂ അല്ലേ? ഇവിടെ എല്ലാം നോക്ക്, വേസ്റ്റ് എല്ലാം വാരിക്കൊണ്ടിട്ട് എന്താ പറയാ, സൈസ് അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്, നല്ല അടിപൊളി വ്യൂ. ഇവിടെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഡാമിന്റെ ഏകദേശം മൊത്തം വ്യൂ കിട്ടും. മൊത്തം വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് നമുക്ക് ഡാമിന്റെ താഴ്വര, ഈ ഡാമിന്റെ ചുറ്റും ഇങ്ങനെ നമ്മുടെ അഗസ്ത്യാർ മലനിരകൾ, അത് പോയിട്ട് പശ്ചിമഘട്ട അങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന കാണാൻ വനം. പിന്നെ വെള്ളത്തിന്റെ അളവൊക്കെ കുറച്ച് കൂടുതലുണ്ട് ഇപ്പോഴും.
ഗൈസ്, അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞ ലോക തെണ്ടിത്തനം കാണിക്കുന്ന ഏർപ്പാടാണ് ഇതൊക്കെ. നമുക്ക് എന്തായാലും നമ്മളിപ്പോ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ എന്തായാലും കണ്ടോ, ഒരുമാതിരി ഒരു വൃത്തികെട്ട ഒരു തെണ്ടിത്തന സ്വഭാവമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ 4 സൈഡും ഉണ്ട്. താഴേക്ക് ആണെങ്കിൽ 4 സൈഡ് വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള വേസ്റ്റ് ബിന്ന്, അങ്ങനെ അതിനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. എന്നിട്ടാണ് ഈ ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, ഇതുമല്ല, ഇതിന്റെ 4 സൈഡും നമുക്ക് ഈ ടോപ്പ് വ്യൂ കാണാൻ വരുന്ന ഈ പവലിയന്റെ ടോപ്പില് 4 സൈഡും ഇത് തന്നെ അവസ്ഥ. ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. ശരി, അപ്പൊ പവലിയനെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് നേരെ നമുക്ക് താഴോട്ടിറങ്ങാം. അപ്പൊ നമ്മൾ പവലിയനെല്ലാം കണ്ട് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ആണ് മുകളിൽ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരും വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും കാണിക്കല്ലേ. അത്യാവശ്യം മോശമായിട്ടുള്ള ഒരു കാര്യമാണത്. വേസ്റ്റ് ഒക്കെ നിക്ഷേപിക്കാനായിട്ട് ഇവിടെ 4 സൈഡും സൗകര്യമുണ്ട്. അപ്പൊ നമുക്ക് പുറത്തുനിന്ന്, കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന മറ്റു ടൂറിസ്റ്റുകളും ഇവരിത് കണ്ട് ഇതുപോലെ തന്നെ വെള്ളം കുടിച്ചിട്ടായാലും ഭക്ഷണത്തിന്റെ വേസ്റ്റ് ആയാലും അവിടെ നിക്ഷേപിക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്തായാലും. പിന്നെ ഇതിന്റെ 4 സൈഡും നമ്മളെ അടിപൊളി നെല്ലി, കാട്ടുനെല്ലിയാണോ സാധാരണ കാട്ടുനെല്ലിയാണെന്ന് തോന്നുന്നു. മുകളിലോട്ടൊക്കെ ആണെങ്കിൽ നെല്ലിക്ക് നിപ്പുണ്ട്, താഴെ ഇല്ല. എന്തായാലും കൊള്ളാം, 4 സൈഡും നെല്ലിയുണ്ട്, നെല്ലി. അപ്പൊ പവലിയനിലെ വ്യൂ എന്തായാലും കൊള്ളാം കാണാനായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ പവലിയനിലെ കാഴ്ചകളെല്ലാം കണ്ട് താഴെ ഇറങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡിയർ റീഹാബിലിറ്റേഷൻ സെന്ററിലോട്ടാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ വേറൊരു കാഴ്ച കണ്ട്, ഇത്രയും സാധ്യത ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ മോനെ, എത്ര ചക്ക നോക്കും അവിടെ 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 എവിടെ ആയിട്ട്. ഇതില് നമ്മളാ ഈ മുന്തിരി മരത്തില്ലേ, ഗ്രേപ്സ് ഇല്ലേ, അത് ഈ കൊത്ത് പിടിച്ചിരിക്കുന്നത് പോലെ അവിടെ 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 ആയിട്ട് ചക്ക. ഇതിപ്പോ കാണുന്നതല്ല, നമുക്ക് ഏകദേശം ടോപ്പിലോട്ടെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. അടിപൊളി അടിപൊളി വ്യൂ അല്ലേ. അപ്പൊ എന്തായാലും നമ്മള് പോകുന്നതിന് മുമ്പായിട്ട് 2 ഐസ്ക്രീം. നിനക്ക് ചോക്കോ ബാർ വേണോ, ഏത് വേണം? അപ്പൊ ഇവിടെ ബ്രോ ഐസ്ക്രീം ഏതുണ്ട്? സ്റ്റിക്ക് ഐസ് ഏതുണ്ട്? സ്റ്റിക്ക് ഐസ്. അപ്പൊ പിന്നെ 2 കോൺ എടുത്തോ. കോൺ ഏത് ഫ്ലേവർ ഉണ്ട്? വാനില മാത്രമേ ഉള്ളൂ. പിന്നെ ശരി, 2 കോൺ എടുത്തോ. വേറെ ഒന്നുമില്ല, ഐസ്ക്രീം സ്റ്റിക്ക് ഐസ് വേറെ ഒന്നുമില്ല, കോൺ മാത്രമേ ഉള്ളൂ. കോണിലും വാനില മാത്രമേ ഉള്ളൂ ഫ്ലേവർ. അപ്പൊ ബ്രോ 2 വാനില എടുത്തോ. ₹10 ക്ഷാമം. 200. അത് ശരി ശരി. അപ്പൊ ഐസ്ക്രീം എല്ലാം കുടിച്ച്, വാനില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പൊ നമ്മള് ഐസ്ക്രീം എല്ലാം കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേ ഇവിടെ KTDCയില് നമുക്ക് റൂംസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂം കിട്ടും. അവിടെ തന്നെ റെസ്റ്റോറന്റ്, ബിയർ പാർലർ എല്ലാം ഉണ്ട്. ഉണ്ടോ? ഇതുവഴിയാണ് എൻട്രൻസ്. അകത്ത് പവലിയനെല്ലാം കണ്ടിറങ്ങി നമുക്ക് ഡാമിന്റെ സൈഡ് വഴി വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നടന്നേ വരാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യാം. റേറ്റൊക്കെ വലിയ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം ന്യായമായിട്ടുള്ള റേറ്റേ ഉള്ളൂ. മുകളിലാണ് അവരെ ഗസ്റ്റ് ഹൗസും കാര്യങ്ങളും, ഹോട്ടലും ബിയർ പാർലർ എല്ലാം. അപ്പൊ ഇനി പോകുന്നത് നമുക്ക് ഡിയർ റീഹാബിലിറ്റേഷൻ സെന്ററിലോട്ടാണ്. അതിനെന്ന് പറഞ്ഞാൽ നമുക്ക് 2 വഴിയുണ്ട് പോകാനായിട്ട്. ഇവിടെ അറിഞ്ഞുകൂടാത്ത ദൂരെ നിന്നൊക്കെ വരുന്നവര്
നമുക്കിവിടെ ഡാം മാനേജ്മെന്റിന്റെ ആ ഒരു നേതൃത്വത്തില് ബോട്ട് സവാരിയുണ്ട്. ബോട്ട് പിന്നെ നിങ്ങൾക്ക് അല്ലാതെ പോകാനുള്ള വഴിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ലോക്കൽസിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ലോക്കൽസ് എന്ന് പറഞ്ഞാൽ ഈ ഡാമിനെ കുറിച്ച് എല്ലാ വഴിയും അറിയാവുന്ന ആൾക്ക് മാത്രമേ നമുക്ക് ഡിയർ പാർക്കിലോട്ട് പോകാനായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളന്ന് ഇപ്പോ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അന്ന് നമ്മള് ക്രൊക്കഡൈൽ പാർക്കിലോട്ട് പോയില്ലേ, ആ വഴി തിരിച്ചങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഡാമിന് പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് ഡിയർ പാർക്കിലോട്ട് പോകാനായിട്ട്. നിങ്ങൾക്ക് ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് എളുപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അല്ലെങ്കിൽ അലച്ചില് വഴി തെറ്റിപ്പോവും. ഏകദേശം മഴയൊക്കെ ആണെങ്കിൽ ഇത് അവസ്ഥ മോശമായിട്ടുള്ള റോഡാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇവിടുന്ന് ബോട്ട് സവാരി ഉണ്ട്, നിങ്ങൾക്ക് ഒന്നും അറിയണ്ട, ഒരു പാക്കേജ് ഉണ്ട്. അതിന് വനത്തിൽ ട്രക്കിങ്, പിന്നെ നമുക്ക് വന്യമൃഗങ്ങളെ കാണാം, ഡിയർ പാർക്ക്, ക്രൊക്കഡൈൽ പാർക്ക്. ഇതിനകത്തെ കൊമ്പയിലോട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ട്രക്കിങ്, വാട്ടർഫാൾസ് അങ്ങനെയൊക്കെ പോവാം. അപ്പൊ വന്നിട്ട് ആ ഒരു പാക്കേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ എന്റെ വീടും ഈ ഡാമും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോഴേ എനിക്കാണെങ്കിൽ ഇവിടെ ഉള്ള ഏകദേശം മുക്കും മൂലയൊക്കെ നമ്മള് ഇഷ്ടം പോലെ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇതിന്റെ ഏകദേശം ഉള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉള്ളത് അറിയാം. നമ്മളപ്പോ ഡിയർ പാർക്കിലോട്ട് പോകുന്ന വഴിയിൽ വേറൊരു കാഴ്ച കണ്ടതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതൊക്കെ അത്യാവശ്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കണം. ഈ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് നമ്മളെ ഈ ചെക്ക് ഡാം പോലെയുള്ള ഈ ഒരു തിട്ടയുണ്ടല്ലോ, ഇവിടെ വന്ന് കാല് നനയ്ക്കാനും അങ്ങനെയൊക്കെ കണ്ടോ ഇറങ്ങുന്നത്. ഇതൊക്കെ നല്ല ഡേഞ്ചർ ആയിട്ടുള്ള നല്ല ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ പണി നല്ല രീതിയിൽ കിട്ടും. ചിറക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 10 ആളിൽ കൂടുതൽ ചങ്ങ് പോവും നടുക്ക് ചിറകി കഴിഞ്ഞാൽ. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തെറ്റുകാരനാവും. നമ്മൾ അതുകൊണ്ട് വിടുക നേരെ വേറെ ഡിയർ റീഹാബിലിറ്റേഷൻ സെന്ററിലോട്ട്. അപ്പൊ അവിടെ വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഡാമിൽ ഇറങ്ങരുത്, അപകടം. നമുക്കിപ്പോ അവരെ ഇഷ്ടങ്ങൾ നമുക്കൊന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അതൊക്കെ അവരെ ഇഷ്ടം. അപ്പൊ നമ്മളിപ്പോ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡാമിൽ നിന്ന് അതിന്റെ സൈഡ് വഴി ഒരു റോഡുണ്ട്, ആ റോഡിൽ നിന്ന് ക്രൊക്കഡൈൽ പാർക്കും ഡാമിന്റെ പവലിയൻ ഇതുവഴി നമുക്കൊരു എൻട്രൻസ് ഉണ്ടല്ലോ. പിന്നെ കുട്ടപ്പൂ, അമ്പൂരി, പന്ത അങ്ങനെ പോകുന്ന റോഡാണ്. അപ്പൊ തിരിച്ച് നമ്മൾ പവനിയിലെല്ലാം കണ്ട് തിരിച്ചങ്ങനെ നേരെ ഇറങ്ങി ഇനി ഡിയർ പാർക്കിലോട്ട്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡാമിന്റെ എൻട്രൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ് കുറച്ച് ദൂരം തിരിച്ചിറങ്ങി വരുമ്പം തന്നെ റൈറ്റിലോട്ട് ഒരു റോഡുണ്ട് സ്കൂളിനടുത്തുകൂടെ. അപ്പൊ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. എന്റെ മോനെ, അയ്യോ,
ഏകദേശം വണ്ടിയുടെ ടയർ വല്ല പഞ്ചറായി വല്ല പണി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടക്കും. ഒരു വന ഏരിയയാണ് ഇനി അങ്ങോട്ട്. റേഞ്ചൊക്കെ കാണാനൊക്കെ എത്തിപ്പാടായിരിക്കും, ബുദ്ധിമുട്ട് തന്നെ. കാരണം ഇനി ഫോറസ്റ്റ് അല്ലേ, അയ്യോ ഇനി ഫുള്ള് ഫോറസ്റ്റ് ആണ്. അപ്പൊ ഫോറസ്റ്റ് ആവുമ്പോൾ നമുക്ക് എന്തെങ്കിലും വണ്ടി അങ്ങനെ എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ അല്ല പുളിയ വെള്ളം വന്ന് നമ്മളെ ചാപ്പിട്ടോണ്ട് പോകും, അത്ര തന്നെ. പുലിയാ കരടിയാ വല്ലം വന്ന്. പക്ഷെ വേറൊരു ഗുണമുണ്ട്, ഇതിന്റെ സൈഡെല്ലാം ഇവര് ഗ്രില്ലടിച്ച് മറച്ചിട്ടുണ്ട്, വേലി അടിച്ച്, കമ്പി വേലി. ഇത് മുള്ളം പന്നിയുടെ സാന്നിധ്യം ഇവിടെ കൂടുതലുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഹൈ റേഞ്ച്. അത്യാവശ്യം വല്ല ഇടയ്ക്കിടയ്ക്ക് 1-2 വീടുണ്ടല്ലേ ഇവിടെ. ഗൈസ്, അപ്പൊ നമ്മള് ഏകദേശം ഡിയർ പാർക്ക് ആയിട്ടുണ്ടെന്നാണ്. ഓ മുടിഞ്ഞ കട്ടർ ഏകദേശം, അയ്യോ കട്ടർ ഏകദേശം. അപ്പൊ ഇവിടെ ഒരു ആശ്രമമുണ്ട്, ശിവാനന്ദ ആശ്രമം എന്ന് പറഞ്ഞ്, ഭയങ്കര പേര് കേട്ട ഒരു ആശ്രമമാണ്. നമുക്ക് ഡിയർ പാർക്ക്. അപ്പൊ നേരെ ഇവിടെ ഞാൻ എന്റെ പുറകിൽ, നമ്മളെ പുറകിൽ കാണുന്നതാണ് ഭയങ്കരപ്പെട്ട പേര് കേട്ട ഒരു ആശ്രമമാണ്, ശിവാനന്ദ ആശ്രമം. ഒരുപാട് സന്യാസിമാര് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ആശ്രമം അങ്ങനെ എന്തോ ഒരു, എനിക്ക് അതിനകത്ത് വേറെ എന്താണെന്ന് പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ. നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യം നമ്മൾ വെറുതെ എന്തിനു പറയുന്നു. പിന്നെ റിസോർട്ടുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് ഇല്ല, ആശ്രമത്തിന്റെ ആ ഒരു ഇതിലുള്ള ബിൽഡിങ്ങുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് ഇതാണ് ശിവാനന്ദ ആശ്രമത്തിന്റെ. ഗൈസ്, അപ്പൊ നമ്മളന്ന് ഡിയർ പാർക്കിലോട്ട് പോകുന്ന വഴി കണ്ട ഒരു തടയണയാണ് ഇത്. അപ്പൊ വരുന്ന വഴി നമ്മൾ ഇത് ഓഫ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ലേഡീസ് ഒക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് കൊണ്ടാണ് ക്യാമറ കുറച്ചു ദൂരം ഓഫ് ചെയ്തത്. അപ്പൊ നേരെ പോവാം ഡിയർ പാർക്കിലോട്ട്. നമ്മൾ വിചാരിച്ച പോലെ അല്ല, കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേ അത്യാവശ്യം സെറ്റിൽമെന്റ് ഏരിയ ആണെന്ന് തോന്നുന്നത്. അത്യാവശ്യം കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം നമുക്ക്. ഇത് പരിസ്ഥിതി ലോല മേഖല ആയതുകൊണ്ട് വലിയ വീടുകൾക്കുള്ള പെർമിഷൻ സാധ്യമല്ല. ചെറിയ ചെറിയ ഒരു നില കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം. എന്തായാലും ഇവിടെ ഏകദേശം മല ഏരിയ എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഇല്ലേ? വലിയ വലിയ പാറകളൊക്കെ അതായിരിപ്പുണ്ട്. ഇപ്പൊ വേണോ ഇനി താഴോട്ട് പതിക്കാനുള്ള നല്ല സാധ്യത ഇല്ലാതില്ല. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്, 4 അല്ല ഒരു 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അമ്പൂര്. തിരുവനന്തപുരം ജില്ലയിൽ പണ്ട് ഉരുൾപൊട്ടിയ ഒരേ ഒരു പ്രദേശമേ ഉള്ളൂ, അത് അമ്പൂരിയാണ്. അത്യാവശ്യം വീടൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ നമ്മള് അഗസ്ത്യ പ്രകൃതി പഠന കേന്ദ്രം എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഈ പോകുന്ന വഴിയില്ല, നമ്മൾ ഡിയർ പാർക്കിലോട്ട് പോകുന്ന വഴിയാണ്. എന്തായാലും നമുക്ക് പിന്നെ ബോട്ടിൽ പോകുന്നത് ഒരു പ്രത്യേക ഒരു വൈബാണ്, നമുക്ക് റോഡ് വഴി പോകുന്നതും ഒരു പ്രത്യേക വൈബാണ്. രണ്ട് ഫീലാണ് നമുക്ക്. നമുക്ക് അതുവഴി പോകുമ്പോൾ നമുക്ക് വെള്ളത്തിലിരുന്ന് വനം കാണാൻ പറ്റും. ഇതുവഴി പോകുമ്പോൾ നമുക്ക് വനം ആസ്വദിച്ച് പോവാം. ഇതുവഴി നമുക്ക് അത്യാവശ്യം ഒരുപാട് കടവുകളൊക്കെ ഉണ്ട്.
എന്തായാലും നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു കടവിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം എന്താണ് അവസ്ഥ. നമുക്ക് ഫിഷിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അറിഞ്ഞുകൂടാത്തവർ വന്നു കഴിഞ്ഞാൽ അവന്മാര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേസെടുക്കും. കാരണം വനത്തിനകത്ത് വരുന്നതാണ്. അപ്പൊ ഈ വൈൽഡ് അനിമൽസിന്റെ ആ ഒരു കാറ്റഗറിയിലാണ് ഇവിടുത്തെ ഫിഷും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവിടെ അങ്ങനെ ഇട്ടിട്ട് വേറെ മീൻ പിടിക്കാനുള്ള ആ ഒരു അനുമതിയൊന്നും കൊടുത്തിട്ടില്ല ആർക്കും. എന്റെ ഇറങ്ങാനിട്ട് കൊള്ളാല്ലേ. ആ ലൊക്കാലിറ്റിയിൽ ഫുള്ള് വനം. കൈസപ്പോ നമുക്കിപ്പോ ഈ വെള്ളം കുറഞ്ഞ അവസ്ഥ ആയതുകൊണ്ടാണ് നമുക്ക് നെയ്യാർ ഡാമിന്റെ ഈ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതുണ്ടല്ലോ, നമുക്ക് ഈ വെള്ളം കുറഞ്ഞ് ഈ പുല്ലെല്ലാം ഇല്ലാതെ മണ്ണിട്ട പോലെ കിടക്കുന്ന ആ ഒരു ഭാഗം, ആ ഒരു പ്രദേശത്തൂടെയാണ് ഞാൻ ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഈ വെള്ളം നല്ല രീതിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഈ ഇവിടെ നിൽക്കുന്ന ഭാഗം എല്ലാം വെള്ളമായിരിക്കും. ഈ ഭാഗം എല്ലാം വെള്ളം നിറഞ്ഞ് അത്യാവശ്യം നല്ല ഹൈറ്റില് വെള്ളം ആയാൽ മാത്രമേ ഷട്ടറുകൾ തുറക്കുകയുള്ളൂ. അപ്പം വെള്ളം ഇപ്പോൾ നല്ല, സത്യം പറഞ്ഞാൽ ഒരാഴ്ച മഴയായിരുന്നു. ഒരാഴ്ച മഴയായിരുന്നിട്ടും അത്യാവശ്യം വെള്ളം ഉയർന്നിട്ടുള്ളതല്ലാതെ കാര്യമായിട്ടുള്ള രീതിയിൽ വെള്ളം അങ്ങനെ ആയിട്ടില്ല. ഇവിടെ ഞാൻ ചോദിച്ചപ്പോഴും മുള്ളംപന്നിയുടെ സാന്നിധ്യം കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. മുള്ളംപന്നിയുടെ നല്ല രീതിയിൽ മുള്ളംപന്നിയുടെ ആ ഒരു സാന്നിധ്യം ഉണ്ട്. മുള്ളംപന്നിയുടെ സാന്നിധ്യം കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിനെ ഇരപിടിയന്മാര് നല്ല രീതിയിലില്ല. ഇരപിടിയന്മാര് കുറവാണ്. ഇരപിടിയന്മാര് അത്യാവശ്യം ഉള്ളതൊക്കെ ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മളെ തമിഴ്നാട്ടിലോട്ടാണ് ഇതിന്റെ ബാക്കി ഫോറസ്റ്റ് അങ്ങനെ പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരപിടിയന്മാരില്ലാത്തത് കാരണം നമ്മുടെ മാനും ബാക്കിയുള്ള സസ്യഫുക്കായിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ പുലിയുണ്ട്, പുള്ളിപ്പുലി. നേരത്തെ ലാൻഡ് സഫാരി പാർക്ക് തന്നെ ഉണ്ടായിരുന്നത് ഒരു 10-20 ഏക്കറിനകത്ത് ഇതിനെ അടച്ചിട്ട് 4 സൈഡും പിന്നെ വേലിയൊക്കെ കെട്ടി ഇതിനെ റൗണ്ട് ചെയ്ത് അങ്ങനെ വളർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇല്ല. ഇവന്മാരെ തന്നെ വന്ധ്യംകരണം എല്ലാം ചെയ്ത് എല്ലാം ചത്തു പോയിട്ടുണ്ട്. 10-15 സിംഹം വരെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷെ ആ സിംഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഈ നെയ്യാർ ഡാമിന്റെ ആ ഒരു ലെവല് തന്നെ വേറെ ആയിരിക്കുമായിരുന്നു. അവിടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ സെന്റർ ആണ്. നമുക്ക് ഡിയർ പാർക്കിലോട്ട് പോകുന്ന വഴിയാണ്. ഇതെന്ന് പറഞ്ഞാൽ മിയാവാക്കി വനമാണ്. പിന്നെ ഇതിനകത്ത് കൊട്ടവഞ്ചിയിലുള്ള ആ ഒരു യാത്ര നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവര്. നമ്മളിപ്പോ ഈ ക്രൊക്കഡൈൽ പാർക്കിലോട്ട് കയറുന്നില്ല. കാരണം നമ്മൾ അന്നൊരു ക്രൊക്കഡൈൽ പാർക്കിൽ കയറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഡാമിന് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വരാനുള്ള വഴിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബൈക്കിലും വരാം, ബോട്ടിലും വരാം. മറ്റേത് നമ്മൾ നേരെ വന്ന് ബൈക്കൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് നടന്ന് കയറാനുള്ള ഒരു സൗകര്യമാണ്. നമ്മൾ അന്ന് ക്രൊക്കഡൈലിനെ എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊരു വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് വരുമ്പോഴെന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ കയറി കാണാം. അപ്പൊ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം വൃക്ഷങ്ങൾ നട്ട് വളർത്തുന്ന രീതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനായ അകീര മിയാവാക്കിയാണ് പ്രാദേശിക കാലാവസ്ഥയിൽ എളുപ്പം വളരുന്ന തദ്ദേശ ഈ രീതിയിൽ നട്ട് വളർത്താൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ കൊള്ളാം. അപ്പൊ അവിടെ തന്നെ അതിന്റെ ആകെ നട്ട തൈകള്, ആകെ നട്ട ഇനങ്ങൾ, ഇതിന്റെ വിസ്തീർണം, തീയതി, അങ്ങനെ ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ മിയാവാക്കി ഫോറസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കയറുന്നില്ല. നമ്മൾക്ക് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിയർ റീഹാബിലിറ്റേഷൻ സെന്റർ ആണ്. എന്റെ മോനെ ആടി സക്കേ
ഗൈസ് അപ്പോൾ വന്ന വഴിയിൽ വേറെ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്, അപ്രതീക്ഷിതമായിട്ട് കണ്ട കാഴ്ചയാണ്. നമുക്കൊരു ചെറിയ ഒരു ആനയുണ്ട്, ഇത് വലിയ സൈസായിട്ടുള്ള വലുത് പിടിയാണെന്ന് തോന്നുന്നു, പിടിയാനയാണ്. പിടിയാനയാണ്. പക്ഷെ ആ ചെറുത് കൊമ്പനാണ്, കൊമ്പൻ. അത്യാവശ്യം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. ഇവ ഇങ്ങനെ കാണുമെന്ന് പ്രതീക്ഷിതല്ല. ഇത് നമുക്ക് ആനപരിപാലന കേന്ദ്രത്തിന് പുറത്ത് നമ്മുടെ ചീങ്കണ്ണി റീഹാബിലിറ്റേഷൻ സെന്ററിനടുത്ത് നമുക്ക് സഞ്ചാരികൾക്കായിട്ട് ഇത് പിന്നെ ഒരുക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഈ രണ്ട് കൊമ്പം, ഒരു കൊമ്പനെ, ഒരു കുട്ടി കൊമ്പനെ, ഒരു പിടിയെ. അപ്പൊ ഇവിടെ പുറത്ത് ആരെയും ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങോട്ട് പോകാനായിട്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കാണുമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഇവർക്ക് ശാപ്പിടാനായിട്ട് എന്തെങ്കിലും കൊണ്ട് കൊടുക്കായിരുന്നു. അപ്പോ അടുത്തോട്ട് പോകുന്നില്ല, ഡേഞ്ചറാണ്. കാരണം ഇവന്മാരെ എന്തെങ്കിലും പൊട്ടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ സാഹചര്യം, നമ്മളെ അവസ്ഥ പരിതാപകരമാകും. എന്തായാലും കൊള്ളാം. അതങ്ങനെ ഇട്ടാക്കണം നോക്ക്. അതിനെന്തെങ്കിലും കഴിക്കാവുന്നതിന് നമ്മൾ അടുത്ത് പോവാനാണോ അതോ കഴിക്കാൻ എന്തെങ്കിലും നോക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് ഗൈസ് നമ്മൾ ഈ ചില അമ്പല നടകളിൽ ആന ഇങ്ങനെ തൊഴുവല്ല, തുമ്പിക്കയൊക്കെ ഇങ്ങനെ ചുരുട്ടി നമ്മളെ കണ്ട സമയത്ത് നോക്ക് കണ്ടോ, ഇടയ്ക്ക് അങ്ങനെയൊക്കെ ആ രീതിയിൽ ആന ചെയ്യുന്നുണ്ട്. പിടിയാണ്, പിടി. അപ്പൊ ചെറിയ കൊമ്പനാണെങ്കിൽ എന്തോ എത്തി എടുക്കാനുള്ള സെറ്റപ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കൊള്ളാം. അപ്പൊ പാപ്പാനെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത് പോയി അടുത്ത് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു. അപ്പൊ ഇവിടെ അടുത്ത് ആരും ഇല്ല. നമുക്ക് എന്തായാലും അതുവരെ ഒന്ന് പോയല്ല വേണ്ടല്ലേ? ഓ, പിന്നെ ആരും ഇത് കയറാതിരിക്കാനാണെന്ന് തോന്നുന്നു. അകത്തോട്ട് അവരൊരു കയറൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതൊക്കെ മറികടന്ന് അകത്ത് പോകുന്നത് നമ്മൾ അപകടം വിലയ്ക്ക് വാങ്ങണതിന് തുല്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹസത്തിന് നമ്മൾ എന്തായാലും മുതിരണം. നമുക്ക് തിരിച്ച് നേരെ പോയിട്ട് പോണം. ബായ്. അടുത്ത് വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ഏകദേശം ഡിയർ പാർക്ക് എത്താറായിട്ടുണ്ട്. ഇനി വലിയ ദൂരം ഇല്ലാതില്ല. അപ്പൊ നമ്മളെ ഡിയർ റീഹാബിലിറ്റേഷൻ സെന്റർ നെയ്യാർ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. വനത്തിനകത്തു നിന്നുള്ള ചെറിയ ഉറവകളെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പൊ നമുക്ക് എന്തായാലും അത് കോട്ടൂര് പോകുന്ന വഴിക്ക് ബാക്കിയെല്ലാം നോക്കാം. ചേട്ടാ, നമുക്ക് കോട്ടൂർ എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 3 കിലോമീറ്ററാ? നമുക്ക് ഇതിനകത്ത് കയറാനുള്ള എൻട്രൻസ് എവിടെയാണ്? ഇതിന്റെ അകത്ത് പറ്റൂല. ഓ, ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അകത്ത് കയറി കാണാനൊന്നും പറ്റൂല, പുറത്തു നിന്ന് കാണാൻ പറ്റുമെങ്കിൽ കണ്ടാൽ മതി എന്നാണ്. അപ്പൊ ഇതൊരു നമുക്ക് റോഡിൽ നിന്ന് വനത്തിനുള്ളിൽ നിന്ന് വരുന്ന ഒരു ഉറവയാണ്. അതായത് ഇതിന്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നത്. അത് നമുക്ക് അങ്ങോട്ട് മുകളിലോട്ടാണ്, ഈ നേരെ കാണുന്ന വഴിയാണ് നമുക്ക് കോട്ടൂര് പോകാനുള്ളത്. അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. മാനുള്ള എന്തോന്നാണ് ഏറ്റത്? ചീനവള്ളിയാ? ചീനിവള്ളി. വേറെ ഒന്നും കഴിക്കൂല അല്ലേ ഇത്? ഓ, ഇതെങ്ങനെ ഫോറസ്റ്റിനകത്ത് നിന്ന് കൊണ്ടുവരണതാ വെട്ടി? ഇത് ഫോറസ്റ്റിനകത്ത് നിന്ന് കൊണ്ടുവരണതാ വെട്ടി? ഓ, ഇത് കൃഷി ചെയ്ത് തന്നെ വെട്ടി കൊണ്ടുവരണതാണല്ലേ? മാറിക്കൊടു. അനുവാദം ഇല്ല. പണി കഴിഞ്ഞാൽ കയറാം അല്ലേ? ഗൈസ്, അപ്പൊ നമ്മൾ ഡിയർ റീഹാബിലിറ്റേഷൻ സെന്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് പ്രവേശനമില്ല. അപ്പൊ നമ്മൾ ഇത് നമ്മൾ തെറ്റിക്കുന്നില്ല എന്തായാലും ആ നിയമം. അപ്പൊ ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിയൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അകത്ത് കയറി മാനിനെയൊക്കെ കാണാം. ഏകദേശം ഒരു 200-300 മാനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഇവര് അതിനൊക്കെ ഫുഡ് കൊടുക്കുന്ന ആ ടൈമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിയർ റീഹാബിലിറ്റേഷൻ സെന്റർ.
പണ്ട് ഒരു 450 ഏക്കറോളം വരുന്ന ഈ സ്ഥലത്ത് നമുക്ക് ഈ മാനിനെ ഇവിടെ കൊണ്ടുവന്ന് അതിനെ പുനരധിവസിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവരിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത് ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയത്തിൽ നിന്നാണ്, സൂവിൽ നിന്ന് കൊണ്ടുവന്ന് റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങി അത്യാവശ്യം ഒരു ഘട്ടമായപ്പോൾ ഇതെല്ലാം പെരുകി ഒരു കാലമായപ്പോൾ ഇവരിതിനെ കുറച്ച് വനത്തിനുള്ളിലോട്ടൊക്കെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വനത്തിനുള്ളിലോട്ട് ഡിസ്പോസ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് അടുത്ത സെക്ഷൻ, അത് എത്രയോ ജനറേഷൻ കഴിഞ്ഞ ഐറ്റംസ് ആണ് ബാക്കി ഇവിടെ ബാലൻസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം എന്തായാലും കൊള്ളാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല. ഇതിനകത്തും ഉറവകൾ, അങ്ങനെ നിരവധി ഉറവകളുണ്ട്, അങ്ങനെ പോകുന്നത് കാണാൻ പറ്റും നമുക്ക്. ഗൈസ്, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ മാനിന് കൊടുക്കുന്ന ഫുഡ്. ഇതെന്ന് പറഞ്ഞാൽ ചീനി വള്ളി അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ഇതിപ്പോൾ അവര് കൃഷി ചെയ്ത് ഇതിന് വേണ്ടി കോൺട്രാക്ട് എന്തോ എടുത്ത് ഇതിനെ കൃഷി ചെയ്ത് അങ്ങനെ ഇതിനെ കളക്ട് ചെയ്ത് ഇവിടെ ഇതാണ് ഇപ്പോൾ കൊടുക്കുന്ന ഫുഡ്. നമുക്കിത് കൊടുക്കുന്ന ആ ചേട്ടനാണ് പറഞ്ഞു തന്നത് ചീനി വള്ളിയാണെന്ന്. അപ്പൊ ഇത് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ഫോറസ്റ്റിനകത്ത് കാണുന്ന ഒരു ഐറ്റം ചെടി അങ്ങനെ എന്തോ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലോട്ട് പോവുകയാണ് വനത്തിനകത്ത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിയർ ഉണ്ടല്ലോ, ഡിയേഴ്സിന് ഇവർ അത്യാവശ്യം പെരുകിയ സമയത്ത് ഇപ്പൊ കുറവാണ്, ഏകദേശം ഒരു 200-300 ഉള്ളൂ. ഇത് നേരിടാമില്ല. നമ്മളെ തിരുവനന്തപുരം സൂവിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഡിയർ റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം കൊണ്ടുവന്നതിന് ഡബിളായി. അത്ര നല്ല രീതിയിൽ ഏകദേശം പെരുകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെരുകി എണ്ണം കൂടിയപ്പോഴേ ഏകദേശം ഇതിന്റെ ഒരു പകുതിയിൽ കൂടുതലിനെ വനത്തിനുള്ളിലോട്ട് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവയൊക്കെ നമുക്ക് പോണ വഴിയിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ ഡിയർ പാർക്കിൽ നിന്ന് നേരെ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലോട്ട് പോവാണേ. ഗൈസ്, അപ്പോൾ നമ്മൾ ഡിയർ പാർക്കിൽ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പാലിച്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ 8ന്റെ പണി കിട്ടും. നിങ്ങൾ നല്ല രീതിയിൽ ദീർഘകാല തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. കമ്പിവേലി പോലും തുടരില്ലെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് കണ്ടിട്ടുണ്ടല്ലോ, സന്ദർശകർ യാതൊരുവിധ ഭക്ഷ്യവസ്തുക്കളും മാനുകൾക്ക് നൽകരുത്. വന്യജീവികളെ ഉപദ്രവിക്കുന്നതും പീഡിപ്പിക്കുന്നതും 1961 കേരള വനം നിയമം സെക്ഷൻ 27 പ്രകാരം ദീർഘകാല തടവും പിഴയും കിട്ടുമേ. അതുകൊണ്ട് നല്ല രീതിയിൽ സൂക്ഷിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഡിയർ പാർക്കെല്ലാം കണ്ട് മുൻപോട്ട് പോവുകയാണേ. ഒരു ഉറവ എങ്ങനെ വരുന്നുണ്ട് ഗൈസ്, ഈ റോഡിന്റെ 2 സൈഡ് വഴിയും വരുന്നുണ്ട്. അത് ശരി, ഒരു സൈഡ് ഇത് വഴി ഈ വനത്തിനുള്ള ഉറവയാണേ ഇത് പോകുന്നത്. ഒരു ഉറവയുടെ ഉത്ഭവസ്ഥാനം നോക്കി, ഇവിടെയാണ് ഒരു ഉറവയുടെ. നമ്മുടെ ഏകദേശം ഇതൊരു ക്വാർട്ടേഴ്സ് ആണ് ഫോറസ്റ്റിന്റെ, ഇപ്പൊ പൂട്ടി ക്ലോസിംഗ് ആണ്. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിന്റെ അടിയിൽ കൂടെയാണ് ഈ ഒരു ഉറവ ഇങ്ങനെ പോകുന്നത്. ഇതിനെ തുറന്നു വിട്ടിട്ടുള്ളതാണല്ലേ. അപ്പൊ ഇതാണ് നമ്മളെ നെട്ടുകാലത്തേര് തുറന്ന ജയില്. നമുക്ക് ഈ നല്ല നടപ്പിനുള്ള തടവുകാരെ നമ്മുടെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയില് ബാക്കിയുള്ള ജയിലുകളിൽ നിന്ന് ഇവിടെ കൊണ്ട് പുനരധിവസിപ്പിക്കുക, അങ്ങനെ ആ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. എത്രയോ ഏക്കർ നമ്മളെ നെയ്യാർ ഡാമിന്റെ ഒരു 300-400 ഏക്കറിലോളം ഇത് വ്യാപിച്ച് കിടപ്പുണ്ട്. ഇവിടെ ഇതിനനുസരിച്ചുള്ള അവർക്കുള്ള പച്ചക്കറി കൃഷി, അങ്ങനെ ബാക്കിയുള്ള തേൻ വിൽപ്പന, ഊൺ കൃഷി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് അനുവാദം കൂടാതെ നമ്മുടെ വാഹനം വ്യക്തികൾക്ക് നമുക്ക് ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റൂല. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ നെയ്യാർ ഡാമിൽ നിന്ന് നമ്മൾ ക്രൊക്കഡൈൽ പാർക്ക്, ഡിയർ പാർക്കും കഴിഞ്ഞ് നമ്മളെ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലോട്ട് പോകുന്ന വഴി ഉള്ള ഒരു കാഴ്ചയാണ്. അപ്പൊ നിങ്ങൾക്ക് എത്രയോ കിലോമീറ്ററോളം വ്യാപിച്ച് കിടപ്പുണ്ട്. എന്തായാലും കൊള്ളാം. ആ
അപ്പോൾ എന്റെ പ്രതീക്ഷകളെല്ലാം നല്ല രീതിയിൽ തെറ്റിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ജനവാസ ഏരിയയാണ് കോട്ടൂര്. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടാ, അല്ലേ? അത്യാവശ്യം നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഇതിപ്പോ വനം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് വനമാണ്, ഈ റോഡ് സൈഡ് പക്ഷേ വീടുകളുണ്ട്. അപ്പോ ഇങ്ങോട്ടാണ് നമുക്ക് കാപ്പുകാട് എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലോട്ട് പോകുന്ന വഴി. അപ്പൊ വന്ന സമയത്ത് കണ്ട അവസ്ഥയാണ്, റോഡെല്ലാം മെറ്റൽ നിരത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് വരുമ്പോ എന്തായാലും അവരോട് ചോദിച്ചു നോക്കാം. ഉണ്ട്. നമ്മൾ വന്ന സമയത്ത് ഒരു ഫോറസ്റ്റിന്റെ ജീപ്പ് കണ്ടു. അവര് പറഞ്ഞ് കുഴപ്പമില്ല, പോവാം. പക്ഷെ ഇതിന്റെ ഉള്ളിലോട്ടാണ് വനം വരുന്നത്. വനം ഈ റോഡിന്റെ ഉള്ളിലോട്ട്. ഗൈസ്, അപ്പൊ നമ്മൾ പോകുന്ന വഴി ഇതും കൂടെ പ്രതീക്ഷിച്ചാണ് ഗൈസ് വന്നത്. എന്തായാലും മുട്ടം പണി കിട്ടി, ഇന്ന് അവിടെ തുറന്നിട്ടില്ല. അപ്പൊ ഇവിടുത്തെ ഒരു ഫുഡിന്റെ ഒരു റിവ്യൂയും കൂടെ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് കണക്കാക്കി നല്ല തനി നാടൻ ഫുഡ് കിട്ടും ഇവിടെ. എന്തായാലും നമുക്ക് അതിനുള്ള ഭാഗ്യമില്ല ഫുഡ് കഴിക്കാനുള്ള. അപ്പോ ഞാൻ വിചാരിച്ച പോലെ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഫോറസ്റ്റ് നമുക്കിവിടെ റോഡ് സൈഡ് ഇല്ല. ഏകദേശം നെയ്യാർ ഡാമിന്റെ ആ കുറച്ച് ലൊക്കാലിറ്റിയിൽ വരുന്നുള്ളൂ. കാരണം നമ്മൾ ഈ റോഡ് വരുന്ന ഭാഗമെല്ലാം രണ്ട് സൈഡും വീടുകളുണ്ട്, റോഡ് വരുന്ന ഏകദേശ ഭാഗത്ത്. പിന്നെ ഇതിനൊക്കെ കുറച്ച് ബാക്കിലോട്ടായിട്ടാണ് നമുക്ക് ഡീപ്പ് ഫോറസ്റ്റ് വരുന്നത്. റോഡ് നമുക്ക് വരാനായിട്ട് പക്ഷെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ റോഡ് മോശമാണ്. ഇന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മഴ സമയത്തൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാവും. ഉരുൾപൊട്ടാനുള്ള സാധ്യത, മണ്ണിടിച്ചിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യത ഉള്ള റോഡാണ്. അപ്പൊ നമുക്കിത് നമ്മുടെ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലോട്ട് പോകുന്ന ഈ റോഡ് നല്ല രീതിയിൽ പുതുക്കി നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ റോഡ് ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിട്ടാളാണ്. അതൊക്കെ ഈ മഴ സമയത്ത് തന്നെ കുറച്ചൊക്കെ ഇടിഞ്ഞു വീഴുന്നിരിക്കുന്നത് ഞാൻ വരുന്ന വഴിയിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മഴ സമയത്തുള്ള യാത്രയൊക്കെ ഇത് ദോഷമായിരിക്കും നമുക്ക്. അപ്പൊ ഇപ്പൊ ഇത് കോൺക്രീറ്റ് ചെയ്ത് പോകുന്നവര് ഇനി ഇതിനപ്പുറത്ത് ടാറിങ് ഉണ്ടെന്ന് തോന്നുന്നു. ടാറിങ് എന്തായാലും വികസനം വരട്ടെ, കൊള്ളാം. ഇല്ല, ഇതിങ്ങനെ ഇളക്കൂലേ? ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മളെ കാലം കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ കിടക്കുന്നത്. അപ്പൊ ഇത് നമുക്കിവിടെ വരുന്ന വഴി തന്നെ അത്യാവശ്യം കുറച്ച് നമ്മളെ വനം വകുപ്പിന്റെ കുറച്ച് ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളെല്ലാം കാണാം. കമ്മ്യൂണിറ്റി ഹാള് അങ്ങനെയായിട്ടുള്ള എന്തായാലും നല്ല ക്വാളിറ്റിയിലാണ് ഇവിടെ പണി ഇപ്പൊ നടന്നു വരുന്നത്. നല്ല ക്വാളിറ്റിയിൽ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ. അത്യാവശ്യം കണ്ടോ, ഇപ്പൊ റോഡ് അവർ ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ പരുക്കനായിട്ട് ചെയ്തിട്ട് ഡബിൾ അടുത്ത പിന്നെ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഈ ടാറിനെക്കാളും നല്ല രീതിയിലുള്ള. കാരണം ഈ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തം, മണ്ണിടിച്ചില്, അങ്ങനെ പെട്ടെന്നുള്ള മലവെള്ള പാച്ചിലെന്ന് പറഞ്ഞാൽ ഈ ഉറവുകളൊക്കെ കുറച്ച് നിറച്ച് ഇങ്ങോട്ട് റോഡിലോട്ട് എപ്പോഴെന്നില്ലാതെ
ഈ മഴ സമയത്തൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവർ ഈ രീതിയിൽ അവർ ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം, നല്ല രീതിയിൽ പണി ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ. ഇപ്പൊ പണി നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ആ ഒരു സൗകര്യമാണ്. എന്തായാലും അവർ നല്ല രീതിയിൽ പണി ചെയ്യുന്നുണ്ട്. നമുക്ക് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ആ ഭാഗത്താണ്. പിന്നെ നമുക്ക് ഇതിന് അകത്തോട്ട് കയറാനുള്ള എൻട്രൻസ് ഇതുവഴിയാകുന്നു. ഇതുവഴിയാണോ അതുവഴിയാണോ എന്ന് അറിഞ്ഞുകൂടാ. 3 റോഡ് പോകുന്നുണ്ട്. സ്ട്രൈറ്റ് പോകുന്നുണ്ട്, ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ഓരോ റോഡുകൾ പോകുന്നുണ്ട്. അപ്പോൾ സഞ്ചാരികൾ ആരെയും കാണാനില്ല. അത്യാവശ്യം ഇതിന്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു കാര്യം അറിഞ്ഞുകൂടാ. നമുക്ക് അകത്ത് കയറാൻ പറ്റൂല അല്ലേ? ക്ലോസിംഗ് ആണോ? പണി കിടക്കണ? ഇങ്ങോട്ട് പോകുമ്പോ എങ്ങോട്ട് പോവാം? എവിടെ? ഓ, ഇങ്ങോട്ട് ഇത് സെറ്റിൽമെന്റ്, അത് അങ്ങോട്ട് തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പ്രവർത്തനം ഉണ്ടെങ്കിൽ പിന്നെ ഈ ആനയൊക്കെ എവിടെയാണ് ചെയ്തിട്ടുള്ളവര്? ഓ, ഇപ്പൊ നമുക്ക് അവര് പാസ് തരൂല നമ്മൾ പോയാലും അല്ലേ? കയറി കാണാൻ പറ്റൂല. ഓ, അടച്ചിട്ടിരിക്കുകയാണ്, പാസ് കൊടുക്കൂല. ഈ വർക്ക് നടക്കണോണ്ടാണോ അതാ? ഓ, ഇപ്പൊ അങ്ങനെ ആര് വന്നാലും തിരിച്ചു പോകുന്നുണ്ടോ അങ്ങനെ? ഇനി എത്ര മാസം കൂടെ കഴിഞ്ഞ് തുറക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്? വണ്ടി അത്യാവശ്യം വണ്ടിയൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ട് ഇപ്പോഴേ. വരൂല്ല. ഇല്ല, ഇതങ്ങ് ഏകദേശം അങ്ങ് എത്തിയിട്ടുണ്ട്. അങ്ങ് ഏകദേശം ഒരു കുറച്ച് ദൂരം അങ്ങോട്ട്. ഓ, അതുവരെ വന്നിട്ടുണ്ട്. ഓ, കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി വരാനുള്ള ഓ, ഇതെന്തായാലും കൊള്ളാം, നല്ല ക്വാളിറ്റിയിൽ ചെയ്യണം. ഇത് ടാറിനെക്കാളും നല്ല രീതിയിൽ. ഓ, ഇനി 2 മാസം പിടിക്കും അല്ലേ എന്തായാലും? ആ, അത്ര ഇടുള്ളൂ. അപ്പോ നമുക്ക് ഇതിനകത്ത് നമുക്ക് പണി നല്ല രീതിയിൽ പാലും വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമില്ല, നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റൂല. ഇപ്പോഴേ കയറാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ മെയിൻ്റനൻസ് വർക്ക് നടന്ന് നല്ല രീതിയിൽ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കെട്ടിടം. നമുക്ക് എലിഫന്റിന്റെ കേജ്, അപ്പൊ ആ ലൊക്കാലിറ്റി, റോഡ്. അപ്പൊ ഇപ്പൊ സഞ്ചാരികൾ വന്നാലും നിരാശയായിരിക്കും ഫലം. നമുക്കിപ്പോ ഇതിനകത്ത് കയറി കാണാനുള്ള ആ ഒരു സൗകര്യം അവൈലബിൾ അല്ല. എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് കുറച്ച് ദൂരം എന്തായാലും മുന്നോട്ട് പോയി ഒരവസ്ഥ എന്തായാലും നോക്കിയിട്ട് തിരിച്ചു പോകാനേ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു ദുരിത യാത്രയായി. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്ര കാര്യാലയം. അത്യാവശ്യം ഒരു 10, 250, 300 ഏക്കറിൽ കൂടുതലുള്ള ആ ഒരു കെട്ടിട സമുച്ചയങ്ങളും നമുക്ക് ആനയെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലവും എല്ലാം കൂടെ 10, 300 ഏക്കറിന് പുറത്തുള്ള ആ ഒരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ കെട്ടിടമെല്ലാം നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ആ ഒരു കെട്ടിടങ്ങളാണ്. ഇപ്പൊ നമ്മൾ വന്നാലും നിരാശയായിരിക്കും ഫലം. കാരണം നമ്മൾ വന്നിട്ട് വേറെ പ്രയോജനമില്ല. ഇപ്പോൾ നമ്മുടെ ആയതുകൊണ്ട് ഇങ്ങെത്തി. നിങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റോഡ് പോലും കയറി ഇനി വരാൻ പറ്റൂല. അവിടെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. കാരണം ഇങ്ങോട്ട് കടത്തി വിടൂല്ല.
എന്തായാലും ഒരു അവസ്ഥയായിപ്പോയി, വന്നതേ ഒരു അവസ്ഥ. മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ രണ്ട് ഗൈഡുകൾ ഞങ്ങൾക്ക് ഒരു ആവശ്യമായുള്ള ഞങ്ങൾ വന്നത് തന്നെ. നമ്മളവിടെ ഇപ്പൊ തന്നെ നേരം വിളിച്ച് പറഞ്ഞ് ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ച് പറയാണ് ആൾക്കാർ കയറി വരെയാണ് കയറ്റിവിടൽ. മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മുടെ ഉപജീവനം ഇങ്ങോട്ട് പോയാൽ നമ്മളെ സ്വല്പം ഇല്ല, ആനയെ കാണാൻ പറ്റില്ല. ആ ഡാമിന്റെ ആ മറ്റേ ആറില്ലേ, അതുവരെ ഒന്ന് പോയിട്ട് തന്നെ പോകാൻ പറ്റില്ല. ബ്ലോക്ക് ചെയ്തോ? ഉദ്യോഗസ്ഥന്മാർ വരെ വരണവരെ നമ്മളിഞ്ഞ് കയറി വരണത് കണ്ടോണ്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓ അത് ശരി ശരി, അപ്പൊ കുഴപ്പമില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ കയറി വന്ന സമയത്ത് തന്നെ നമ്മുടെ ഇവിടെ ഉള്ള ഒരു ഫോറസ്റ്റ് വാച്ചർ ഒരു ചേട്ടായി, അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നമുക്ക് അകത്തോട്ട് ഇപ്പൊ വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് ഈ ലൊക്കാലിറ്റി എങ്ങനെയൊക്കെ ഏകദേശം ആൾക്കാരായിട്ടുള്ള ആ ഒരു ബന്ധമുണ്ട്. അങ്ങനത്തെ ഒരു ലെവലിലാണ് നമ്മളിങ്ങ് വന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ പോവാം. അപ്പൊ ആ ഒരു ചേട്ടനായിട്ട് നമ്മൾ അകത്ത് പോയാലും നമുക്കൊന്നും കാണാനായിട്ട് ഇല്ല. പിന്നെ നമ്മൾ വെറുതെ പോകുന്നതിന്റെ ഉദ്ദേശം പിന്നെ നമുക്ക് വെറുതെ പോകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പോയാൽ ഒന്നുകിൽ ആനയെ കാണണം, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് വെറുതെ എന്തിനാണ്. അപ്പം നമ്മൾ എന്തായാലും നമ്മളെ ഇന്നത്തെ ഈ ദുരിതയാത്ര ഇവിടെ നിർത്തുകയാണ്. കാരണം നമ്മൾ ഇന്ന് കണ്ട രണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്താണ് നമ്മൾ ഇന്ന് ഇറങ്ങിയത്. ഡിയർ റീഹാബിലിറ്റേഷൻ സെന്ററും എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററും. അപ്പോൾ അതിൽ ഒരെണ്ണം കാണാൻ പറ്റി, അടുത്തത് കാണാൻ പറ്റാത്തതിൽ എന്തായാലും സങ്കടമുണ്ട്. നിങ്ങളെക്കാളും സങ്കടം എനിക്കുണ്ട്. അപ്പോൾ നമുക്കത് ഈ വർക്കെല്ലാം കഴിഞ്ഞ് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ നമുക്ക് ഒരു ദിവസം ചെയ്യാം. ഇപ്പം നിങ്ങൾ സങ്കടപ്പെടണ്ട. ഇത് ഓപ്പണിങ് എപ്പോൾ ആവുമെന്നോ നമുക്കൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും ഇത് ചെയ്യും. ഈ കാപ്പുകാട് നമ്മളെ നെയ്യാർ ഡാമിൻ്റെ ലൊക്കാലിറ്റിയിൽ വരുന്ന എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിൻ്റെ ആ ഒരു വീഡിയോ നമ്മൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യും. അപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല. എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇത് കാണാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ട്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത് നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി സ്പോട്ടിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. അതിനേടാ